ടാറ്റ സിയറയുടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറച്ച് ആളെ വിചാരിക്കണം. പ്രൈസ് റിലീസിന് ശേഷം ചെയ്യാന്നാണ് വിചാരിച്ചത്. പ്രൈസ് റിലീസായി. നമ്മുടെ താർ റോക്സിന്റെ റിലീസിന് ശേഷം ഇത്രത്തോളം ഹൈപ്പ് ഉണ്ടായിട്ടുള്ള ഒരു വേറൊരു ലോഞ്ച് ഇന്ത്യയിൽ അടുത്തുണ്ടായിട്ടില്ല. അതും താർ റോക്സിന്റെ ഹൈപ്പ് കുറെയൊക്കെ മാനുഫാക്ചേർഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള കുറെ ലീക്കുകളും സോഷ്യൽ മീഡിയയിലെ ഭയങ്കരമായിട്ടുള്ള ബസ്സും എല്ലാം കുറെ ഒരു പരിധി വരെ മാനുഫാക്ചേർഡ് ആയിരുന്നു. പക്ഷേ സിയറയുടെ കാര്യത്തിൽ ഓൾമോസ്റ്റ് 100% ഓർഗാനിക് ഹൈപ്പ് എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ആൾക്കാർ അത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു സിയറയുടെ ലോഞ്ചിന്. ഇനി നമ്മളൊരു ബ്രാൻഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സിന്റെ ഏറ്റവും വലിയ അസറ്റ് ആണ് സിയറ എന്നുള്ള ആ പേര്. കാരണം താർ റോക്സ് എന്ന് പറയുന്നത് പുതിയ പ്രോഡക്റ്റ് ആണ്. അതേസമയം സിയറ ഒരു ലെഗസി പ്രോഡക്റ്റ് ആണ്. മറ്റൊരു ഇന്ത്യൻ ബ്രാൻഡിന് അവകാശപ്പെടാൻ പറ്റാത്തത്ര ഒരു ബ്രാൻഡ് റീകോൾ ഉണ്ട് ആ പേരിന്. അതിനൊരു വലിയ ഘടകം നൊസ്റ്റാൾജിയാണ്. മാർക്കറ്റിംഗിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കമ്മോഡിറ്റി. ടാറ്റ മോട്ടോഴ്സിന് വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നു. നോട്ട് ടു മെസ് അപ്പ് ദ ഡിസൈൻ എങ്ങാനും കയ്യിൽ നിന്ന് പോയിരുന്നെങ്കിൽ തീർന്നു. ഞാനിത് എടുത്തു പറയാൻ കാരണം ടാറ്റയ്ക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ടാറ്റ ബസേർഡ് എന്നുള്ള പേര് ഓർമ്മയുണ്ടോ? പോട്ടെ, ടാറ്റ ഗ്രാവിറ്റാസ് എന്നുള്ള പേര് ഓർമ്മ കാണുമല്ലോ. അത് തന്നെ ടാറ്റ ഹാരിയറിന്റെ 7 സീറ്റർ വന്നപ്പോൾ ആദ്യത്തെ പേര് ടാറ്റ ഗ്രാവിറ്റാസ് എന്നായിരുന്നു. പക്ഷെ എവിടെ വെച്ചോ ടാറ്റയുടെ മാർക്കറ്റിംഗ് ടീമിന് ഇത്ര ആർത്തി കൂടിയിട്ട് ഈ ഗ്രാവിറ്റാസ് എന്നുള്ള പേര് മാറ്റി ഒരു സഫാരി എന്ന് റീബ്രാൻഡ് ചെയ്തു. സിയറ പോലെ തന്നെ ഒരു കൾട്ട് ഫാൻ ഫോളോയിങ് ഉള്ള ബ്രാൻഡ് നെയിമാണ് സഫാരി. അത് ടാറ്റ കാണിച്ച വലിയൊരു അബദ്ധമാണ്. കാരണം പുതിയ സഫാരിയെ നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ അയ്യേ ഇത് എന്ത് സഫാരി എന്നുള്ളതായിരുന്നു. ഒരിക്കലും നമുക്ക് സഫാരി എന്നൊരു പേരായിട്ട് നമുക്ക് ആ കാറിനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ആ അബദ്ധം ഇനി സംഭവിക്കുന്ന നിർബന്ധം ഒരുപക്ഷെ ടാറ്റയ്ക്ക് ഉണ്ടായി കാണണം. അതുകൊണ്ട് തന്നെ ഏകദേശം 6 വർഷം എടുത്തിട്ടാണ് ഇവർ സിയറെ റീഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ പുതിയ സിയറെ അവർ ഡിസൈൻ ചെയ്തത്. പക്ഷെ സിയറയ്ക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. സിയറയ്ക്ക് 2 വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് ഒരു ബയേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന്, ഒരു കൺസ്യൂമേഴ്സ് പെർസ്പെക്റ്റീവിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിൽ ഏതൊരു കാർ ലോഞ്ച് ചെയ്യുമ്പോഴും ആ കാറിന് ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാവും. അതായത് ഒരു ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള, അല്ലെങ്കിൽ എന്താ ഒരു ഇന്ന ഇൻകം ബ്രാക്കറ്റിലുള്ള, അല്ലെങ്കിൽ ഇന്ന പ്രിഫറൻസ് ഉള്ള ഒരു ബയറിനെ ആയിരിക്കും ഒരു ടാർഗറ്റ് ചെയ്യുന്നത്. പക്ഷെ സിയറയുടെ കാര്യത്തിൽ അത് ഒരു പടി മുകളിൽ നിൽക്കുകയാണ്. കാരണം ടാറ്റ യങ്ങർ ഓഡിയൻസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തന്നെയും ശരിക്കുള്ള ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് വേറൊരു കാറ്റഗറി ബയറാണ്. അതായത് ജെൻ എക്സ് ആൻഡ് ജെൻ സി ബയേഴ്സ്. ജെൻ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1965 മുതൽ 1980 വരെ ജനിച്ച ആൾക്കാർ. ജെൻ സി എന്ന് പറഞ്ഞാൽ എന്റെ ജനറേഷൻ 1980 മുതൽ 1997 വരെ എങ്ങാണ്ട് ജനിച്ച കാറ്റഗറി ആൾക്കാർ. സോ ഈ 2 ആൾക്കാർ, ഈ 2 ഏജ് ഗ്രൂപ്പ് ആയിട്ടാണ് സിയറയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണൽ കണക്ഷൻ ഉള്ളത്. ഇപ്പൊ ജെനെക്സിന്റെ കാര്യം നമുക്ക് എടുത്ത് നോക്കാം. ജെനെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയറ 91 ലോഞ്ച് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ കാറ്റഗറി ബയേഴ്സിന് അന്ന് 20 വയസ്സോ അല്ലെങ്കിൽ 30 വയസ്സോ പ്രായം ആയി കാണണം ഓൾറെഡി. സോ അവരുടെ ആ യങ് ഏജിൽ സിയറ എന്ന് പറയുന്ന ഒരു പീക്ക് ആസ്പിറേഷണൽ പ്രോഡക്റ്റ് ആണ്. അതായത് സിയറ അന്ന് ലോഞ്ച് ചെയ്തപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് കണ്ട് അവർ ലോഞ്ച് ചെയ്തത്. മാരുതിക്ക് അന്ന് 1 ലക്ഷം രൂപ എടുത്തും കണ്ടേ വിലയുള്ളൂ. അപ്പൊ എന്തെങ്കിലും പൈസയാവുന്ന കാലത്ത് മേടിക്കാൻ താല്പര്യമുള്ള കാർ നിലയ്ക്കായിരുന്നു അന്ന് ഈ ജെൻ എക്സ് ആൾക്കാർ സിയറെ കണ്ടിരുന്നത്. ഞാൻ ജനിച്ചത് 1989 സിയറ ലോഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് 2 വയസ്സാണ്. പക്ഷെ എനിക്കൊരു 6-7 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛന്റെ ഒരു ഫ്രണ്ടിന് സിയറ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ആ സിയറായിട്ട് വന്നു കഴിഞ്ഞാൽ എന്റെ ആ ഒരു കുഞ്ഞു മനസ്സിൽ ദാറ്റ് വാസ് എ കൂളസ്റ്റ് കാർ ഇൻ ദ വേൾഡ്. കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സീ ഓഫ് അംബാസഡേഴ്സ് അല്ലെങ്കിൽ സീ ഓഫ് ഫിയറ്റുകളുടെ ഇടയിൽ ഇതുപോലത്തെ ഒരു വണ്ടി കാണുക എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ ആ സിയറെ, എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ആ സിയറെ ഇങ്ങനെ തൊട്ടും തലോടിയും അതിന് ഉള്ളിൽ കയറി ഇരുന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ആ കാറിന്. സോ ഇതിനെയാണ് നമ്മളൊരു സ്ട്രോങ് ഇമോഷണൽ കണക്ട് എന്ന് പറയുന്നത്. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു പുതിയ പ്രോഡക്റ്റിന് അതിന്റെ ടാർഗറ്റ് കസ്റ്റമർ ആയിട്ട് ഒരു സ്ട്രോങ് ഇമോഷണൽ കണക്ട് ഉണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ആ പ്രോഡക്റ്റിനെ പിടിച്ചാൽ കിട്ടില്ല. അതാണ് മാർക്കറ്റിംഗിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകം. അത് ബൈ ഡിഫോൾട്ട് ഒറിജിനൽ സിയറ ഉള്ളതുകൊണ്ട് തന്നെ ഈ പുതിയ സിയറയ്ക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പക്ഷേ ഇതിൽ വലിയൊരു പ്രശ്നം, ഈ ഫാൻസ് എല്ലാം, അതിപ്പോ എന്റെ ജനറേഷൻ ജെൻ സികളും ജെൻ എക്സുകളൊക്കെ ഈ സിയറ മേടിച്ച് കഴിഞ്ഞാൽ സിയറയ്ക്ക് ഈ സെയിം ഹൈപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഇനീഷ്യൽ ആ ഒരു ഹൈപ്പിൽ കുറെ ആൾക്കാർ മേടിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ താർ തന്നെയാണ്. അതും 2 താറിനും 2 റെസ്പോൺസ് ആയിരുന്നു. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് 2020 താർ 3 ഡോർ അവർ ലോഞ്ച് ചെയ്തപ്പോൾ ഭയങ്കര ഹൈപ്പായിരുന്നു. ബുക്കിംഗ് മറ്റെന്താ പറയുക കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. 6 മാസം 8 മാസം വെയിറ്റിംഗ് പീരീഡ് ആയിരുന്നു. പക്ഷെ താർ 3 ഡോറിന് പ്രത്യേകത ഉണ്ടായിരുന്നു. താർ 3 ഡോർ 2020 മുതൽ 2025 വരെ സ്റ്റഡി സെയിൽസ് നമ്പേഴ്സ് ആയിരുന്നു. കാരണം അതൊരു യുണീക്ക് പ്രോഡക്റ്റ് ആണ്. മറ്റ് മാർക്കറ്റിലുള്ള കോമ്പാക്ട് SUV കളുടെ കാറ്റഗറീസും ഇതിങ്ങനെ മാറി നിൽക്കുന്നത് യുണീക്കാണ്. പക്ഷേ താർ റോക്സിന്റെ കാര്യം എടുക്കാം. സെയിം ഹൈപ്പ്. ഇനീഷ്യലി എന്തൊരു ബഹളമായിരുന്നു. ഫുൾ പ്രൈസിനെ മേടിക്കാൻ പറ്റുള്ളൂ, ഇൻഷുറൻസ് പുറത്ത് നിൽക്കാൻ പാടില്ല, ആക്സസറി എടുക്കണം, എന്നാലേ വണ്ടി കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കാര്യം നോക്കിയാൽ ഹൈപ്പ് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് താർ റോക്സിന് ആ പഴയ സെയിൽസിന്റെ 10% പോലും ഇല്ല. ആൻഡ് ഇന്ന് റെഡി കാർ അവൈലബിളും ആണ്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒക്ടോബർ മാസത്തെ ഇന്ത്യൻ മാർക്കറ്റിലെ സെയിൽസ് നമ്പേഴ്സ് ആണ്, ഏറ്റവും കൂടുതൽ വിറ്റുപോയ കാറുകളുടെ. താർ റോക്സിന്റെ ഹൈപ്പർ പ്രകാരം അതിന്റെ ടോപ്പിക് കാണണം താർ റോക്സ് എന്ന് പറഞ്ഞ മോഡല്. പക്ഷെ ശ്രദ്ധിച്ചു നോക്കിയേ, ആ പറഞ്ഞ 15 കാറുകളിലും താർ റോക്സ് ഇല്ല. പക്ഷെ അതിൽ ഇൻട്രസ്റ്റിംഗ് കാർ ഉണ്ട്. ഐറ്റം നമ്പർ
6 ഒന്ന് നോക്കി, മഹീന്ദ്ര സ്കോർപിയോ ഇൻക്ലൂഡിംഗ് സ്കോർപിയോ ക്ലാസിക് ആൻഡ് സ്കോർപിയോ എൻ. അതായത് ഈ ഹൈപ്പ് ഒന്നും ഇല്ലാത്ത സ്കോർപിയോ ആണ് താർ റോക്സിനേക്കാളും കൂടുതൽ വിറ്റുപോയത്. അപ്പൊ ഞാൻ പറഞ്ഞത് പോയിന്റ് വെച്ചാൽ ഈ ഹൈപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. മാർക്കറ്റും ഹൈപ്പും ടോട്ടലി ഡിഫറെന്റ് ആണ്. നമ്മൾ നോക്കേണ്ടത് ടാറ്റ സിയറയ്ക്ക് മഹീന്ദ്ര താർ 3 ഡോറിനെ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് സെയിൽസിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ, അതോ താർ റോക്സിനെ പോലെ ഇനീഷ്യൽ ഹൈപ്പ് കഴിഞ്ഞാൽ അത് നേരെ താഴെ പോവോ എന്നുള്ളതാണ്. സിയറയുടെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഒന്ന് നോക്കാം. അതിന്റെ ഡിസൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, 2019 തന്നെ സിയറയുടെ ഡിസൈൻ അവർ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇതിൽ ടാറ്റ സ്മാർട്ട് ആയിട്ടുള്ള മൂവ് ചെയ്തു. അതായത് ഒരു പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം കസ്റ്റമറിന്റെ ഫീഡ്ബാക്ക് ആണ്. ഒരു ഗോ ടു മാർക്കറ്റ് പെർസ്പെക്ടീവ് നോക്കുകയാണെങ്കിൽ ഇതിൽ ടാറ്റ ചെയ്തൊരു ബ്രില്യൻ മൂവ് എന്താണെന്ന് വെച്ചാൽ, ഇതിനിടയ്ക്ക് 2 ഓട്ടോ എക്സ്പോ വന്നു. സിയറയുടെ ആദ്യത്തെ കോൺസെപ്റ്റ് 2020 ഓട്ടോ എക്സ്പോയിൽ അവർ ഡിസ്പ്ലേ ചെയ്തു. അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പിന്നെ ഓൾമോസ്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ റെഡി ആയിട്ടുള്ള കോൺസെപ്റ്റിനെ അവർ 2023 ഓട്ടോ എക്സ്പോയിൽ ഡിസ്പ്ലേ ചെയ്തു. അതിനും ഉഗ്രൻ റെസ്പോൺസ് കിട്ടി. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഇഷ്ടമായി, ടാർഗറ്റ് ഓഡിയൻസിന് ഇഷ്ടമായി, നല്ല റെസ്പോൺസ് കിട്ടി. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഡിസൈനിന്റെ പെർഫെക്ഷൻ 0 ചെയ്യാൻ പറ്റി ഈ 2 ഫീഡ്ബാക്ക് ലൂപ്പ് കിട്ടിയതുകൊണ്ട്. അതുപോലെ തന്നെ സിയറയ്ക്ക് റീസെന്റ് റെഡ് ഡോട്ട് അവാർഡ് കിട്ടി. റെഡ് ഡോട്ട് അവാർഡ് എന്ന് പറഞ്ഞാൽ ഡിസൈനിലെ ഫിലിം ഫെയർ അവാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. കോൺട്രവേഴ്ഷ്യൽ ആണ്, ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ മോസ്റ്റ് ഫേമസ് ആണ് ഡിസൈൻ വേൾഡിലെ അവാർഡുകൾ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ റെഡ് ഡോട്ട് അവാർഡ് കിട്ടി. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ സിയറ ഇസ് ബൈ ഫാർ ദ ബെസ്റ്റ് ഡിസൈൻഡ് ഇന്ത്യൻ കാർ എവർ. ഒരു ബോൾഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ ഞാൻ ഐ സ്റ്റാൻഡ് ബൈ മൈ സ്റ്റേറ്റ്മെന്റ്. കാരണം നമുക്ക് വേണമെങ്കിൽ താർ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ഡിസൈൻഡ് കാർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് നല്ലോണം അറിയാം താർ എന്ന് പറഞ്ഞാൽ റാഗ്നറിന്റെ ഒരു ഈച്ച കോപ്പിയാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ടു ബി പ്രൗഡ് അബൌട്ട്. BE6 വേണേ ഒരു ഒറിജിനൽ ഇന്ത്യൻ ഡിസൈൻ എന്ന് പറയാം. പക്ഷേ യു കാണ്ട് അൺസീ ദ ഉറൂസ് ഇൻഫ്ലുവൻസ്. അത് നമുക്ക് ഒറിജിനൽ ഡിസൈൻ എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ സിയറ അങ്ങനെയല്ല. സിയറ വേറെ ലീഗിലാണ് ഡിസൈനിന്റെ കാര്യത്തിൽ. പെർഫെക്റ്റ് ഡിസൈൻ ആണ്. വളരെയധികം എന്താ പറയാ, ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഡിസൈൻ തന്നെ പറയാൻ പറ്റും. അടിച്ചു മാറ്റലൊന്നുമില്ല. ഒരു അതിന്റെ ഒറിജിനാലിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു നിങ്ങൾ ഡോക്യുമെന്റ് നോക്കുകയാണെങ്കിൽ ഇത് കാരിഗറി എന്ന് പറഞ്ഞ ഒരു പ്രസന്റേഷനിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഫുൾ ക്രെഡിറ്റ് ടു ദ കമ്പനി. അത് ശ്രദ്ധിച്ചു നോക്കിയാണ് ഒരു ലൈൻ കണ്ടിന്യൂറ്റി ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഫാക്ടർ. ശ്രദ്ധിച്ചു നോക്കി ആ ഹുഡ് മുതൽ ബാക്ക് വരെ ആ ലൈൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. വീൽസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ബമ്പറിന്റെ ആണെങ്കിലും ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. സ്പെഷ്യലി ആ സിംഗിൾ പീസ് ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ആ സിംഗിൾ പീസ് ടെയിൽ ലാമ്പും കൂടെ ആ കണ്ടിന്യൂറ്റിയെ നല്ലോണം എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത് നോക്കുകയാണെങ്കിൽ സിമെട്രി ആണ്. ഫ്രണ്ടിലെ ബമ്പറും റിയർ ബമ്പറും നോക്കുക, രണ്ടിന്റെ ഡിസൈൻ ഒരേപോലെയാണ്. ആ സിമെട്രി മെയിൻറ്റെയിൻ ചെയ്ത്. അപ്പൊ നമുക്ക് കാഴ്ചക്കാരന് എന്താ പറയുക, ഒരു ആപ്പിൾ പ്രോഡക്റ്റ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഒരു ക്വാളിറ്റിയും ഒരു ഫിനിഷ് ഇല്ലേ, ആ ഫിനിഷാണ് നമുക്ക് സബ് കോൺഷ്യസ്ലി സിയറയുടെ ഡിസൈൻ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ആ ഒരു പ്രീമിയംനെസ് ഉണ്ട്, ആ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്, ആ സിമെട്രി ഉണ്ട്. പക്ഷേ ടാറ്റ ബീയിങ് ടാറ്റ, എനിക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടായിരുന്നു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു തരികട ഒപ്പിക്കുന്നുള്ള കാര്യത്തിൽ. ചെയ്യല്ലേ എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ടാറ്റ ആയതുകൊണ്ട് ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത് ആ ബേബി ഡിഫൻഡറിന്റെ കാര്യമാണ്. എന്ത് കാര്യം ഇരിക്കട്ടെ, എന്തിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ സിയറയുടെ ആക്സസറി പാക്കിൽ ആ വണ്ടി അവർ വലിയ പ്രൗഡായിട്ട് കാണിച്ചിട്ടുണ്ട്. കുറെ ഓട്ടോ ജേർണലിസ്റ്റുകൾ അതിനെ കണ്ടില്ലേ ബേബി ഡിഫൻഡർ എന്നും പറഞ്ഞ് വലിയ ഹൈപ്പും കൊടുത്തത്. എന്തിന്, വൈ ഡു ഹാവ് ടു കോപ്പി? അത് നോക്കിക്കഴിഞ്ഞാൽ ഡിഫൻഡറിന്റെ ആ സൈഡിൽ ആ സൈഡ് മൗണ്ടഡ് സ്റ്റെപ്സ് വെച്ചിട്ടുണ്ട്, ആ സ്ക്രഫ് പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്, ക്ലാഡിങ് വൃത്തികേടായി കളഞ്ഞു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർക്ക് സായിപ്പിന് എന്തെങ്കിലും ചെയ്താലേ സമാധാനമാവുള്ളൂ ഒരുമാതിരി. പിന്നെ അടുത്തതാണ് ഇതിന്റെ സിയറയുടെ ആഡ്. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും, അറിയില്ലെങ്കിൽ പറയാം. സിയറയുടെ ആഡിൽ ആ കുതിരയുടെ ഇടയിൽ കൊടുന്ന പോകുന്ന ഷോട്ട് ഫോർഡ് ബ്രോങ്കോന്റെ ആഡിന്റെ എക്സാക്ട് കോപ്പിയാണ്. അത് കംപ്ലീറ്റ്ലി അവോയ്ഡബിൾ ആയിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ടാറ്റ ഉഗ്രൻ ആഡുകൾ ഉണ്ടാക്കുന്ന ഒരു കാർ ബ്രാൻഡാണ്. റീക്ലെയിം യുവർ ലൈഫ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐക്കോണിക് ആഡാണ്. ഇതെല്ലാം പോട്ടെ, പണ്ട് സിയറയുടെ ഒറിജിനൽ ആഡിനെ അവർ റീക്രിയേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഈ പുതിയ ആഡ് തന്നെ അതിന്റെ ചെറിയൊരു പോർഷൻ അവർ കാണിക്കണ്ട, ചെളിയിൽ വന്ന് നിൽക്കുന്ന കാറിന്റെ. ആ ഒറിജിനൽ ആഡ് അത്ര ഐക്കോണിക് ആയിരുന്നു. നമ്മളൊക്കെ പണ്ട് വേൾഡ് കപ്പ് കാണുന്ന സമയത്ത് ഓർമ്മയില്ല, സ്ഥിരം സ്ക്രീനിൽ വരും. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാറ് തന്നെ ഓടിപ്പോകുന്നു ഡ്രൈവർ ഇല്ലാതെ. അതൊരു പ്രോപ്പർ ഐക്കോണിക് ആയിരുന്നു. ആ ആഡിനെ അതുപോലെ അങ്ങ് റീക്രിയേറ്റ് ചെയ്യാൻ മതി. ആൻഡ് ഫൺ ഫാക്ട്, അതിലത്തെ ആക്ടർ ആരാ ശ്രദ്ധിച്ചോ? അത് തന്നെ രാഹുൽ ദേവാണ് അതിൽ ആക്ടർ. നമ്മുടെ മലയാളികളുടെ സ്വന്തം ഷാർപ്പ് ഷൂട്ടർ. പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണല്ലോ. നായകൻ എന്തായാലും ചാവില്ല, വല്ല കാക്കയോ കൊക്കിനെയൊക്കെ വെടി വെച്ച് പുള്ളി പൊക്കോളും. അപ്പൊ നമ്മുടെ ഷാർപ്പ് ഷൂട്ടറാണ് സിയറയുടെ ഒറിജിനൽ ആഡിലെ സ്റ്റാർ ആയിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത കാര്യമാണ് ടെക്നോളജി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിയറയുടെ ഇന്റേണൽ കമ്പഷൻ വേർഷനും ഇവിക്കും 2 സെപ്പറേറ്റ് പ്ലാറ്റ്ഫോംസ് ആണ്. എനിക്ക് ഐസ് വേർഷന് ആർഗോസ് എന്ന് പറഞ്ഞൊരു പുതിയ പ്ലാറ്റ്ഫോമാണ്. ഇവിക്ക് വരാൻ പോകുന്നത് നമ്മുടെ പഞ്ചിലൊക്കെ ഉള്ള, അതുപോലെ തന്നെ നമ്മുടെ ഹാരിയറിനൊക്കെ ഉള്ള ആക്റ്റീവ് ഇവി എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. സോ ഒരേ കാറ് 2 പ്ലാറ്റ്ഫോം കൊടുക്കാന്ന് പറഞ്ഞാൽ അവർ അത്രത്തോളം അതിന്റെ ഡിസൈനിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം പിന്നെ ഫീച്ചേഴ്സ് ആണ്. ഇപ്പോഴത്തെ കാറുകളിൽ ഫീച്ചേഴ്സ് ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. FSD, അതുപോലെ തന്നെ ഡാഷ്ബോർഡിനകത്ത് എന്ത് സൗണ്ട് ബാർ, അങ്ങനെ ചറപറാന്ന് ഫീച്ചേഴ്സ് ആണ്. എവിടെയോ വായിച്ചു 28 ECU ഉണ്ട് ഈ കാർ. 28 ECU കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ വണ്ടി മേടിച്ച് 2 മാസം കഴിഞ്ഞ് എന്താ പറയുക, ചന്ദ്രനില്ലാത്ത തോമാമൊലാളുടെ അവസ്ഥയാവണ്ടിരുന്നാൽ മതി. സ്ഥിരം എപ്പോഴും ഇന്ത്യൻ കാറുകൾക്ക് അങ്ങനെയാണല്ലോ. ഫീച്ചർ കൂടുന്തോറും നമ്മുടെ സർവീസ് സെന്ററിൽ കയറുന്ന
ഫ്രീക്വൻസിയും കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അതാവാണ്ടിരുന്നാ വരുന്നു 28 ECU എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് ക്രേസി, അൺഹേർഡ് ഓഫ്. പക്ഷെ എന്തൊക്കെ വന്നാലും ജോക്സ് അപ്പാർട്ട്, 30 ലക്ഷം രൂപ താഴെ ഇന്ന് 95% ബയേഴ്സിനും ഇന്ത്യൻ ബയേഴ്സിനും ഉള്ള വണ്ടി ഉണ്ട്. നമ്മളൊരു പ്രീമിയം കാറിലേക്ക് നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. ബെസ്റ്റ് എക്സാമ്പിൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ സിയറയും GLA 200 ആയിട്ട് കമ്പയർ ചെയ്യാം. മെർസിഡീസിന്റെ GLA 200ന്റെ പവർ 168 bhp ആണ്, സിയറയ്ക്ക് 160 bhp ആണ്. ഫീച്ചേഴ്സിൽ GLAക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് സിയറയ്ക്ക് ഉണ്ട്. ഇനി സേഫ്റ്റി നോക്കുകയാണെങ്കിൽ സേഫ്റ്റിയുടെ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആണ് ഇന്ത്യൻ കാർസ്. ഇപ്പോൾ ആ കാർ ടു കാർ ക്രാഷ് കണ്ടില്ലേ, അതൊക്കെ ആദ്യമായിട്ടാണ് അവർ ചെയ്തേക്കണേ. അപ്പൊ നമ്മളൊരു പ്രീമിയം എൻട്രി ലെവൽ ജർമ്മൻ കാറിനെ നോക്കേണ്ട ആവശ്യമില്ല. സിയറ ഇപ്പോൾ ഫുൾ ഓപ്ഷൻ, ഇപ്പോൾ 1 down from top ആണെങ്കിൽ തന്നെ ഒരു 22 lakhs എന്ന് കൂട്ടും. 22 lakhs ആണെങ്കിൽ GLAയുടെ വില എത്ര? 66 ലക്ഷം രൂപയാണ്, 3 ഇരട്ടിയാണ്. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇന്ന് ബ്രാൻഡിനല്ലാതെ, ആ ബാഡ്ജ് വാല്യൂവിനല്ലാതെ നമ്മളൊരു എൻട്രി ലെവൽ ജർമ്മൻ കാറിന് വേണ്ടി 3 ഇരട്ടി സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം ഇന്ത്യയിൽ ഇല്ല. ദാറ്റ്സ് എ വെരി 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 ഗുഡ് തിങ്. ഇനി അടുത്ത നല്ലൊരു കാര്യം, എഞ്ചിൻ ലൈനപ്പിലേക്ക് വരാം. ഇപ്രാവശ്യം നല്ല ഉഗ്രൻ എഞ്ചിൻ ആൻഡ് ട്രാൻസ്മിഷൻ കോമ്പിനേഷൻ ആണ് ടാറ്റ കൊണ്ടുവന്നേക്കുന്നത്. ഒരു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ, അത് DCT ആയിട്ട് അവർ പെയർ ചെയ്തേക്കുന്നത് ഏസിന്റെ. സോ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ്. അപ്പൊ പവറിലുള്ള ആ കുറവ് ഗിയർ ബോക്സ് ആയിട്ട് കുറെയൊക്കെ നമുക്ക് ഈവൻ ഔട്ട് ചെയ്യാൻ പറ്റും ഫാസ്റ്റർ ഷിഫ്റ്റ് കൊണ്ട്, ഇൻ തിയറി. രണ്ടാമത്തത് ഡീസൽ എഞ്ചിനാണ്. നമ്മുടെ നെക്സോണിൽ പ്രൂവൺ ആയിട്ട് ഡീസൽ എഞ്ചിനാണ്. അത് ഒരു ടോർക്ക് കൺവേർട്ടർ ആയിട്ട് അവർ പെയർ ചെയ്തേക്കണം. അപ്പോൾ റിലയബിലിറ്റി ഇഷ്യൂ കുറവായിരിക്കും. ഏസിന്റെ ടോർക്ക് കൺവേർട്ടർ തന്നെയാണ് മനസ്സിലാക്കിയത്. സോ ഡീസൽ കോംബോ നല്ലതാണ്, ഈ എൻട്രി ലെവൽ പെട്രോൾ കോംബോ നല്ലതാണ്. പിന്നെ ഇവരുടെ സ്റ്റാർ എഞ്ചിൻ, ഈ പറഞ്ഞ 1.5 ലിറ്റർ GDI എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വേറെ പുതിയ ടെക്നോളജി ഒന്നുമല്ല. ഡീസലിന്റെ സ്വഭാവമുള്ള ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് വേണേ വിളിക്കാം. അതിന്റെ പീക്ക് ടോർക്ക് ലോ എൻഡിൽ തന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ കിയ സെൽറ്റോസിന്റെ GT ലൈനിൽ ഓൾറെഡി GDI എഞ്ചിൻ നേരത്തെ പോലെ ഉണ്ട്. പക്ഷെ ടാറ്റയ്ക്ക് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ടൈം ആണ് അവർ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതിന് ഡീസന്റ് പവർ ഉണ്ട്, 160 bhp എടുത്തോളം പവറും ഉണ്ട്. അത് പെയർ ചെയ്തേക്കുന്നത് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയിട്ടാണ്. സോ റിലയബിലിറ്റിയും വലിയ കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ 3 നല്ല പുതിയ എഞ്ചിൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, സിയറയുടെ ശത്രു സിയറ തന്നെയാണ്. അതാണ് പ്രധാന പ്രശ്നം. ടാറ്റയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ ടാറ്റയുടെ എല്ലാ പെട്രോൾ കാറുകളെക്കാളും കൂടുതൽ കേപ്പബിൾ ആണ് അതിന്റെ EV കാറുകൾ. ഇപ്പൊ പഞ്ച് EV എടുത്ത് നോക്കിയാലും ഹാരിയർ EV എടുത്ത് നോക്കിയാലും ഈ കമ്പാരിസൺ ഭയങ്കര എവിഡന്റ് ആണ്. ഹാരിയർ ഡീസലിനെയും ഹാരിയർ EVയും കൂടെ മാത്രം കമ്പയർ ചെയ്താൽ മതി. ആ ഡിഫറൻസ് പകലും രാത്രിയും പോലെയാണ്. ഹാരിയർ ഡീസലിന്റെ പവർ എന്ന് പറയുന്നത് 180 bhp, 160 bhp കണ്ടാണ്. ഹാരിയർ EVയുടെ പവർ എന്ന് പറയുന്നത് 307 bhp ആണ്. റിഫൈൻമെന്റ് കാര്യത്തിലാണെങ്കിലും ഒരുപാട് വ്യത്യാസമുണ്ട്. എന്നാൽ പ്രൈസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ലതാനും. അപ്പൊ അവിടെയാ പറയുന്നത് ഒരേ ലുക്കുള്ള 2 ജനറേഷൻ പ്രോഡക്റ്റ് പോലെയാണ് നമ്മുടെ ഹാരിയറിനെ നമുക്ക് നോക്കുമ്പോൾ. സിയറയുടെ കാര്യത്തിലും എനിക്ക് എന്റെ ഒരു പേടി എന്ന് പറയുന്നത് ഈ ഒരു പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സിയറ EV വിൽ ബി ഫാർ സുപ്പീരിയർ ദാൻ സിയറ പെട്രോൾ. ഈ കാര്യം ടാറ്റയ്ക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടാണ് ഇവര് ഒരു 6 മാസം കഴിഞ്ഞ് സിയറ EV ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സിയറ EV പ്രൊഡക്ഷൻ റെഡി ആണ്. അതിന് വേറെ പുതിയ അപ്ഡേറ്റ്സ് ഒന്നും വരാനില്ല. സിംഗിൾ മോട്ടോർ വേർഷൻ ഉണ്ടാവും, ഡ്യുവൽ മോട്ടോർ വേർഷൻ ഉണ്ടാവും, ഓൾ വീൽ ഡ്രൈവ് ഉണ്ടാവും. ഈ വണ്ടിയിൽ ഓൾ വീൽ ഡ്രൈവ് ഇല്ല പെട്രോൾ വേർഷനിൽ. ഓൾ വീൽ ഡ്രൈവ് വരാൻ പോകുന്നു പറയുന്നുണ്ട്. പക്ഷേ EVയിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സിയറ EV അവര് പൊസിഷൻ ചെയ്യാൻ പോകുന്നത് BE6 ആയിട്ടായിരിക്കും. BE6ന്റെ പവർ എന്ന് പറയുന്നത് 280 bhp ആണ്. ഒന്നുമില്ലെങ്കിൽ അറ്റ് പാർ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ വരാനേ ചാൻസ് ഉള്ളൂ പവറിന്റെ കാര്യത്തിൽ ഡ്യുവൽ മോട്ടോർ വെച്ച് നോക്കുമ്പോൾ. അപ്പൊ എന്താ, സിയറ പെട്രോളിന് 160 bhp, സിയറ EVക്ക് ഓൾമോസ്റ്റ് 300 bhp. ഇതൊരു വലിയൊരു ഡിഫറൻസ് ആണ്. ശരിയാണ്, EVക്ക് വെയിറ്റ് കൂടുതലാണ്. എന്നിരുന്നാൽ തന്നെയും ഈ ഡിഫറൻസ് ഭയങ്കര എവിഡന്റ് ആയിരിക്കും. പിന്നെ EV ആയതുകൊണ്ട് റിഫൈൻമെന്റും കൂടുതലായിരിക്കും. സോ സിയറ EV ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു കാറുകൾക്ക് സംഭവിച്ച പോലെ തന്നെ പെട്രോൾ വേർഷന്റെ സെയിൽസ് അവിടെ പോയി താഴെ പോകും. രണ്ടാമത്തെ പ്രശ്നം മാർക്കറ്റ് ആണ്. അത് പ്രശ്നമല്ല, ഒരു നല്ല കാര്യമാണ്. കാരണം ഇന്ന് ഇന്ത്യയിലെ ഈ പ്രീമിയം കോമ്പാക്ട് SUV മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം മെച്ചുവേർഡായി. ഏത് തരം ബയർക്കും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കാറുണ്ട്, അവർക്ക് ഏറ്റവും യോജിക്കുന്ന കാറുണ്ട്. പിന്നെ നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചറിന്റെ സ്ഥിരം തരികട പരിപാടി ടാറ്റ ഇതിൽ കാണിച്ചു ചെയ്യാൻ പാടില്ലായിരുന്നു. ആ യൂഷ്വൽ ആ ബെയ്റ്റ് ആൻഡ് സ്വിച്ച് പ്രൈസിംഗ് ഉണ്ടല്ലോ, സ്റ്റാർട്ടിംഗ് അറ്റ് 11 lakhs എന്ന് പറഞ്ഞിട്ടാണ് അവർ ലോഞ്ച് ചെയ്തേക്കുന്നത്. ഫുൾ പ്രൈസിംഗ് ഒരു ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ഉറപ്പായിട്ടും ഫുൾ ഓപ്ഷൻ വരുമ്പോഴത്തേക്കും ഒരു 22 ലക്ഷം മുതൽ 23 ലക്ഷം വരെ വണ്ടിക്ക് വില വരും. പക്ഷേ സ്ഥിരം ഇവരുടെ നമ്പറാണല്ലോ, മഹീന്ദ്ര അതിൽ അഗ്രഗണ്യന്മാരാണ്. വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഈ 11 ലക്ഷം രൂപയുടെ വിലയുടെ പകിട്ട് കണ്ടിട്ട് നേരെ ഷോറൂമിലേക്ക് വരും. ഷോറൂമിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലാവും ബേസ് മോഡലിലാണ് ഈ സാധനം വരാൻ പോണെന്നുള്ളത്. ഇതിൽ രസമുള്ള കാര്യം, ആ ബേസ് മോഡലിന്റെ പടം അവര് ബ്രോഷറിൽ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബേസ് മോഡലിന് അലോയ് വീൽ പോലും ഇല്ല, അതിന് പടം ബ്രോഷറിൽ ഇല്ല. ബേസ് മോഡൽ കഴിഞ്ഞിട്ടുള്ള മോഡലാണ് ഈ അലോയ് വരുന്നത്. അപ്പൊ ഈ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ഈ 11 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഷോറൂമിലേക്ക് വരും വണ്ടി ബുക്ക് ചെയ്യാനായിട്ട്. അവിടെ വെച്ച് ഈ കാറുകളെ അവർ അപ്സെൽ ചെയ്യും. മിക്കവാറും മിഡ് മോഡലിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെയാണ് സെല് ചെയ്യുക. ഈ ക്ലാസിക് ബെയ്റ്റ് ആൻഡ് സ്വിച്ച് അത് ചെയ്യാണ്ടിരിക്കുന്നത് എത്തിക്കൽ പ്രാക്ടീസ് അല്ല അത്. പക്ഷെ ഇന്ത്യൻ മാർക്കറ്റ് അല്ല ഇവിടെ എന്ത് നടക്കും. അപ്പൊ അത് ഒഴിച്ചു നിർത്തുകയാണെങ്കിൽ ഈ പ്രൈസിംഗിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പവർ പ്ലേ നടന്നുണ്ട്. അതായത് ഈ ഓരോ പ്രൈസിംഗും അവര് ഉദ്ദേശിക്കുന്ന ഓരോ സെഗ്മെന്റ് കാറുകളെയാണ്. അതായത് ഈ ബേസ് മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്, അതായത് DCT വേർഷൻ അവർ എയിം ചെയ്യുന്നത് നമ്മുടെ ഭാവം കാറുകളെയാണ്. ഹോണ്ട എലിവേറ്റ്, നമ്മുടെ ഗ്രാൻഡ് വിറ്റാറ അല്ലെങ്കിൽ ഹൈറൈഡറിന്റെ നോൺ ഹൈബ്രിഡ് വേർഷൻ, വിക്ടോറിസ് നോൺ ഹൈബ്രിഡ് വേർഷൻ. ആ DCT ആണ് അതിന്റെ ഏറ്റവും വലിയൊരു
എന്താ പറയുക ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ ആ പ്രൈസ് പോയിന്റിൽ. ഇനി ഡീസൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഡീസൽ ഓട്ടോമാറ്റിക് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജഗതി പറഞ്ഞ പോലെ എന്നെ ഉദ്ദേശിച്ചാണെന്ന് പറയില്ലേ, ക്രെറ്റ ഡീസലിനെ ഉദ്ദേശിച്ചിട്ടാണ് ഡീസൽ ഓട്ടോമാറ്റിക് ഇറക്കിയേക്കുന്നത്. കാരണം ഇന്നും ക്രെറ്റ ഡീസൽ സ്ട്രോങ് നമ്പേഴ്സ് പുള്ളി ചെയ്യുന്നുണ്ട് നാഷണൽ ലെവൽ സെയിൽസിൽ. രണ്ടാമത്തെ വേണമെങ്കിൽ നമുക്ക് സ്കോർപിയോനെയും സ്കോർപിയോ ക്ലാസിക്കിനെയൊക്കെ കൂടെ ടാർഗറ്റ് ചെയ്യുന്നത് വേണമെങ്കിൽ പറയാം. സോ ഈ 2 കാറ്റഗറി കാറുകളെയാണ് അവർ ഡീസൽ ഓട്ടോമാറ്റിക് കൊണ്ട് ടാർഗറ്റ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്നെങ്കിൽ തോന്നുന്നുണ്ട്. കാരണം ഡീസൽ നോക്കുന്നവർക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് ഇന്ന് പ്രീമിയം കോമ്പാക്ട് SUV സെഗ്മെന്റിലുള്ളൂ. അവിടെ സിയറ ഡെഫിനറ്റ്ലി സ്ട്രോങ് പ്ലെയർ ആവും. പിന്നെ മൂന്നാമത് അവർ സ്റ്റാർ എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 1.5 TGDI വേർഷൻ, അത് ഈ പറഞ്ഞ പെർഫോമൻസ് SUVസിനെയാണ്. അതായത് നമ്മുടെ എന്താ പറയുന്നത് ഫോക്സ് വാഗന്റെ ടൈഗുൺ, അതുപോലെ തന്നെ നമ്മുടെ സ്കോഡയുടെ കുഷാക്, ക്രെറ്റ എൻലൈൻ, ആ ഒരു കാറ്റഗറി ബയേഴ്സിനെയാണ് ഇവർ ഈ പറഞ്ഞ ഈ 1.5 എഞ്ചിൻ കൊണ്ട് ടാർഗറ്റ് ചെയ്യണത്. എനിക്കൊരു പ്രൈസിംഗിൽ കുറച്ചും കൂടെ അവരെക്കാളും താത്തി പിടിക്കാനാണ് ചാൻസ് ഉള്ളത്. സോ 3 കാറ്റഗറി അല്ലെങ്കിൽ ഈ പറഞ്ഞ കോമ്പാക്ട് SUV സെഗ്മെന്റിലെ എല്ലാ കാറ്റഗറി പ്ലേയേഴ്സിനെയും ഈ ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് ടാറ്റ എയിം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെഫിനറ്റ്ലി കാനിബലൈസേഷൻ ഉണ്ടാവും. പഞ്ചിന്റെ സെയിൽസിനെ കാനിബലൈസ് ചെയ്യും, അതുപോലെ തന്നെ നെക്സോണിന്റെ സെയിൽസിനെ നല്ലോണം കാനിബലൈസ് ചെയ്യും. നെക്സോൺ ഓൾമോസ്റ്റ് തീർന്നു എന്ന് പറയാം. കർവിന്റെ കാര്യം പിന്നെ പറയാണ്ടിരിക്കുക വേദം. ഒരു പരിധി വരെ ഹാരിയറിന്റെ സെയിൽസിനെയും ഇത് നല്ലോണം എഫക്ട് ചെയ്യും. അപ്പോൾ സിയറ വർക്ക് ആയി കഴിഞ്ഞാൽ ടാറ്റയുടെ മറ്റ് പ്രോഡക്ട്സ് സെയിൽ കുറയുമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് ഇതിന്റെ മാർജിൻ വെച്ച് അവർ മേക്കപ്പ് ചെയ്യും. ഇതാണ് മാർക്കറ്റിൽ ഒരു പ്രധാന ചലഞ്ച് ഉള്ളത്. പക്ഷേ ഇവിടെ ടാർഗറ്റ് മാർക്കറ്റിന്റെ ഒരു പ്രധാന പ്രശ്നം ഞാൻ പറയാം. കാരണം ഞാൻ 35+ ആയതുകൊണ്ട് എനിക്ക് വളരെ റിലേറ്റബിൾ ആയ ഒരു കാര്യമാണത്. ഈ ടാർഗറ്റ് മാർക്കറ്റിന് നമ്മളൊരു 35 വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പെർഫോമൻസും ഈ പവർ ടു വെയിറ്റ് റേഷ്യോ, ഡ്രൈവിംഗ് ഡൈനാമിക്സ്, ഇതൊക്കെ പതുക്കെ ബാക്ക് സീറ്റിലേക്ക് വരും. നമ്മുടെ ഏറ്റവും വലിയ പ്രിഫറൻസ് എന്ന് പറയുന്ന കാര്യം റിലയബിലിറ്റിയാണ്. വണ്ടി റിലയബിൾ ആയിരിക്കണം, റോട്ടിൽ കിടത്തരുത്. പണ്ടത്തെ പോലെ വർക്ക്ഷോപ്പ് കയറി ഇറങ്ങാനോ അതിന്റെ സർവീസ് സെന്ററിൽ മുറി നടക്കാനോ സമയമില്ല, അതിനേക്കാൾ ഉപരി ക്ഷമയുമില്ല. അവിടെയാണ് ടൊയോട്ടയുടെയും മാരുതിയുടെയും അതുപോലെ തന്നെ ഹ്യുണ്ടായുടെ ഒക്കെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ടാറ്റയും മഹീന്ദ്രയും ഫോക്സ് വാഗണൊക്കെ 2025 ഇംപ്രൂവ് ചെയ്യേണ്ടത് ആ ഏരിയയിലാണ്. കാരണം നമുക്ക് ആർക്കും ടൈമില്ല ഇതിന്റെ പുറകെ നടക്കാനായിട്ട്. അതായിരിക്കും സിയറ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ചലഞ്ച്. സോ ദ ബിഗ് ക്വസ്റ്റ്യൻ, സിയറ ഇപ്പൊ മേടിക്കണോ അതോ ഒരു 6 മാസം വെയിറ്റ് ചെയ്യണോ? എന്റെ അഭിപ്രായത്തിൽ 6 മാസം വെയിറ്റ് ചെയ്യുന്നതിന് നല്ലത്. അതിൽ 2 ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, നേരത്തെ പറഞ്ഞ തോമ മുതലാളി പ്രശ്നം. ഈ 6 മാസത്തിൽ എന്തായാലും ഈ സിയറ ഇനീഷ്യൽ ബാച്ചിലുള്ള കുറെ ബഗ്ഗുകളും ഗ്രെംലിൻസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സോർട്ട് ചെയ്യണം. ടാറ്റ സോർട്ട് ചെയ്യട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, 6 മാസം കഴിയുമ്പോഴത്തേക്കും സിയറ EV വരും. സിയറ EVയും അതിന് അത്യാവശ്യം റേഞ്ച് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഒരു 450 കിലോമീറ്ററെങ്കിലും മിനിമം റേഞ്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത്ര ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് സിയറ EV. അപ്പോൾ അത് രണ്ടും കൂടെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങൾ മേടിക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഗോൾഡൻ റൂൾ ഓഫ് ടാറ്റു ആലോചിക്കുക. നിങ്ങൾക്കൊരു ടാറ്റു അടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാടിക്കറി ടാറ്റു അടിക്കരുത്. മിക്കവർക്കും വരുന്ന വലിയൊരു അബദ്ധം അതാണ്. നമ്മുടെ സ്നേഹമൊക്കെ മൂത്തിരിക്കുന്ന സമയത്ത് പോയി ടാറ്റു അടിക്കും. റിലേഷൻഷിപ്പ് പൊളിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാവും. അപ്പോൾ ഗോൾഡൻ റൂൾ ഓഫ് ടാറ്റു എപ്പോഴും ആലോചിക്കുക. ഒരു ടാറ്റു അടിക്കണമെങ്കിൽ ഒരു 6 മാസം നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 6 മാസം വെയിറ്റ് ചെയ്തതിനു ശേഷവും നിങ്ങൾക്ക് ആ ടാറ്റു അടിക്കണം അതിയായ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോയി അടിച്ചോ. യു ബാഡ്ലി വോണ്ട് ദ ടാറ്റു. പക്ഷെ മിക്ക കേസിലും ഈ 6 മാസത്തിനകത്ത് നമ്മുടെ ഈ താല്പര്യമൊക്കെ കുറച്ച് കെട്ടടങ്ങി കാണും. കുറച്ചുകൂടെ പ്രായോഗിക ബുദ്ധി വരും. അപ്പോൾ അത് ആലോചിച്ചിട്ട് തീരുമാനിക്കുക. നിങ്ങൾക്ക് സിയറ കണ്ട് സഹിക്കാൻ വയ്യാത്ത സ്നേഹം ഉണ്ടെങ്കിൽ പോയി മേടിച്ചോ. പക്ഷെ ഈ പറഞ്ഞ ബഗിന്റെ ഇഷ്യൂ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കുക. അല്ല, കുറച്ച് വെയിറ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മുടെ സിയറയുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ പറയണം. ഐ വോണ്ട് ടു നോ യുവർ ഒപ്പീനിയൻ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? സോ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ് ആൻഡ് ഡ്രൈവ് സേഫ്.